എൻ്റെ മകളുടെ കല്യാണത്തിന് വരാത്ത ആളിനെ ഞാൻ പിന്നെ വിളിക്കുമോ? ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ മകളുടെ കല്യാണമാണ് ആദ്യം നടന്നത്, അതിന് വന്നില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ബുദ്ധിപൂർവ്വം ചെയ്ത ആളാണ്, സാമാന്യ ബുദ്ധിയുള്ള ആളാണ്. അദ്ദേഹം വിളിച്ചില്ല. പറഞ്ഞ് എങ്കിൽ പിന്നെ ഞാനില്ല, നമുക്ക് പിന്നെ കാണാം, പിന്നെ എപ്പോഴെങ്കിലും കാണാം, നമ്മൾ ഇനി ഒരുമിച്ചുണ്ടല്ലോ. അത് വഴക്കായിട്ടല്ല, ഇതുപോലെ സ്നേഹത്തിൽ പറഞ്ഞു. മലയാള സിനിമയിലെ ഏറ്റവും ജനപ്രിയ നടൻ, സംവിധായകൻ കൂട്ടുകെട്ടുകളിൽ ഒന്നാണ് ജയറാമിന്റെയും രാജസേനന്റെയും, അല്ലേ? 90കളിൽ കുടുംബ പ്രേക്ഷകരെ നിറഞ്ഞു ചിരിപ്പിക്കുകയും ഹൃദയസ്പർശിയായ കഥകൾ സമ്മാനിക്കുകയും ചെയ്ത ഈ കൂട്ടുകെട്ട് മലയാള സിനിമയ്ക്ക് നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്, അല്ലെ? ഏകദേശം 16 സിനിമകളോളം ഇവർ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ കടിഞ്ഞൂൺ കല്യാണം, അയലത്തെ അദ്ദേഹം, മേലെ പറമ്പിൽ ആൺവീട്, CID ഉണ്ണികൃഷ്ണൻ, അങ്ങനെ ഒരുപാട് പടങ്ങൾ ഇന്നും നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ളതാണ്. അങ്ങനെ ഒത്തിരി സിനിമകൾ നമുക്ക് സമ്മാനിച്ചവർ ഒരു സുപ്രഭാതത്തിൽ പിരിയുന്നു. എന്താണ് ശരിയായിട്ടുള്ള കാരണമെന്ന് രണ്ടുപേരും ഇന്നേ വരെ തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയി രാജസേനന്റെ ഒരു ഇന്റർവ്യൂ കാണാനിടയായി. അതിൽ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവർ തമ്മിൽ സിനിമ കാസ്റ്റിങ്ങിനെ ചൊല്ലിയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. കാര്യം പറഞ്ഞാൽ അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷെ ഇവരുടെ ഇടയിലുള്ളവർ എന്താക്കി? ഇവര് പിരിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ നല്ല കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി. അതോടെ ഈ പ്രശ്നങ്ങൾ വലുതായി രണ്ടുപേരും അകലാൻ തുടങ്ങി. എന്തായാലും ഇതിനെ കുറിച്ച് രാജസേനൻ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്റെ ഗർഭം ഇങ്ങനെയല്ല, ഞാൻ ഗ്രൂപ്പ് സോങ് വരെ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. മലയാളി എത്ര തവണ ആവർത്തിച്ച് പറഞ്ഞ ഡയലോഗുകൾ. ഇതിനെല്ലാം പിന്നിലെ കാരണക്കാരൻ രാജസേനൻ. പുതിയ കാലത്തെ സിനിമയോട്, സിനിമാ സംസ്കാരത്തോട്, സിനിമാ നിർമ്മാണത്തോട് രാജസേനൻ പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ചോദിച്ചറിയാൻ അദ്ദേഹം തന്നെയാണ് ചേരുന്നത് മൂവി വേൾഡ് മീഡിയയുടെ അഭിമുഖത്തിൽ. നമസ്കാരം. നമസ്കാരം. രാജസേനൻ, ജയറാം, ഐക്കോണിക് ആയിട്ടുള്ള കോമ്പിനേഷനാണ് അത്. എന്തുകൊണ്ട് പിരിഞ്ഞു എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, അതിന് ഉത്തരം പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ ഉത്തരങ്ങളിൽ ഏകദേശം ഒരു 10 ഉത്തരങ്ങൾ ഇങ്ങനെ സാർ പറഞ്ഞിട്ടുണ്ട്. ആ 10 ഉത്തരങ്ങളുടെ സംഗ്രഹമായിട്ട് ഞാൻ ചോദിച്ചോട്ടെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ രണ്ടുപേരും രണ്ട് രീതിയിൽ വളർന്നുപോയി. ഒരാൾ താരം എന്ന രീതിയിൽ വളർന്നപ്പോൾ അയാൾ കഥയിലും കഥാഗതിയിലും ഇന്റർഫിയർ ചെയ്തു. അത് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഉൾക്കൊള്ളാനായില്ല. അത് തന്നെയാണോ പ്രശ്നം? ഇന്റർഫിയർ ചെയ്തില്ല, ചെയ്യാൻ തുടങ്ങുകയാണ്. ചെയ്യാനുള്ള അവസരം കൊടുത്തില്ല. കഥയിൽ ഇടപെട്ടത് കൊണ്ട് എന്തിനൊരു സുഹൃത്തിനെ വേണ്ടത്? കഥയിൽ ഇടപെട്ടിട്ടില്ല. പുള്ളിക്ക് കഥയിൽ ഇടപെടാൻ അറിയത്തില്ല. അപ്പോൾ ദിലീപ് കഥയിൽ ഇടപെടും, പല കാര്യത്തിൽ ഇടപെടും. ദിലീപിന് അതറിയാം. ജയറാം, സത്യം ഞാൻ തുറന്നു പറയാം, എൻ്റെ ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയ്ക്ക് ഒരു 4-5 സെൻറ്റൻസ് ചിലപ്പോൾ ഫോണിൽ കൂടെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ജയറാം ആ സ്ക്രിപ്റ്റ് കാണുന്നത് ലൊക്കേഷനിലാണ്. അങ്ങനെയായിരുന്നു. ഇത് മധുചന്ദ്രലേഖയും കഴിഞ്ഞ് കനകസിംഹാസനവും കഴിഞ്ഞിട്ട് അടുത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നൊരു സിനിമയുടെ കാര്യം വന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ ഈ പറഞ്ഞത് ആരംഭിച്ചു. ഏത് അദ്ദേഹം കാസ്റ്റിങ് അത് ഫോണിൽ കൂടെയാണ് സംസാരിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു, നമ്മളിങ്ങനെ അല്ലോ ചെയ്തുകൊണ്ടിരുന്നത്, അല്ല ഇനി അങ്ങനെയൊക്കെ വേണ്ടേന്ന് ചോദിച്ചു. പറഞ്ഞ് എങ്കിൽ പിന്നെ ഞാനില്ല, നമുക്ക് പിന്നെ കാണാം, പിന്നെ എപ്പോഴെങ്കിലും കാണാം, നമ്മൾ ഇനി ഒരുമിച്ചുണ്ടല്ലോ. അത് വഴക്കായിട്ടല്ല, ഇതുപോലെ സ്നേഹത്തിൽ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. അതിനെ പിന്നെ കൂടെ നിന്നവർ പലരും ഒന്ന് തെറ്റിയെന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, അറിയാമല്ലോ. ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കൂട്ടുകെട്ട് ശകലം അകന്നു കണ്ടാൽ പിന്നെ അതിനെ വലിച്ച് മാറ്റിക്കൊണ്ട് പോകാൻ ആളുണ്ടാവും. അങ്ങനെ കുറച്ച് പേര് വലിച്ച് മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. അത് പുള്ളി അറിഞ്ഞില്ല, ഞാൻ അറിഞ്ഞു. എത്ര നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, അല്ലേ? ഇടയ്ക്ക് ആളുകൾ കയറി ഇടപെട്ട് ആ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കുളം തോണ്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതുപോലെ ഈ പ്രശ്നം ഇപ്പോൾ എത്രത്തോളം വളർന്നു എന്ന് ചോദിച്ചാൽ ഇപ്പൊ രണ്ടുപേരും പരസ്പരം സംസാരിക്കാതെയായി. പോരാത്തതിന് മക്കളുടെ കല്യാണത്തിൽ പോലും വിളിക്കാതെയായി. രാജസേനൻ അതിനെ കുറിച്ച് പറയുന്ന ഭാഗം ഒന്ന് കേട്ടു നോക്കാം. പക്ഷെ അത് ഒരു മിസ്സിങ്ങോ തീർച്ചയായിട്ടും സങ്കടമോ ഒന്നും ഇല്ല എന്ന് പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നോക്കൂ, ജയറാമിന്റെ മക്കളുടെ കല്യാണം വരുമ്പോൾ അപ്പൊ അവിടെ പ്രധാനമന്ത്രി വരുന്നുണ്ട്, വലിയ താരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ രാജസേനൻ ഉണ്ടായിരുന്നെങ്കിൽ. വിളിച്ചാലല്ലേ പോകാൻ പറ്റും? എൻ്റെ മകളുടെ കല്യാണത്തിന് വരാത്ത ആളിനെ ഞാൻ പിന്നെ വിളിക്കുമോ? ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് കിടക്കണ്ട. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചോദ്യം എന്നോട് ചോദിച്ചായിരുന്നു ഇങ്ങനെ. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞത് ഇതാണ്, ഈ 2 സെൻറ്റൻസേ പറഞ്ഞോളൂ. എൻ്റെ മകളുടെ കല്യാണമാണ് ആദ്യം നടന്നത്, അതിന് വന്നില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ബുദ്ധിപൂർവ്വം ചെയ്ത ആളാണ്, സാമാന്യ ബുദ്ധിയുള്ള ആളാണ്. അദ്ദേഹം വിളിച്ചില്ല. കാരണം വിളിച്ചാലും ചെല്ലത്തില്ല എന്ന് വിചാരിച്ചിട്ടാവാം വിളിച്ചില്ല. രണ്ടിനും വിളിച്ചിട്ടില്ല. ഇനി എന്തായാലും ജയറാമേട്ടൻ രാജസേനനെ കല്യാണത്തിന് വിളിക്കാത്ത മോശമായി പോയി. ഇത്തരം സിറ്റുവേഷനിലാണ് ഒട്ടുമിക്ക ആളുകളും പൊതുവെ പരാതികളൊക്കെ സംസാരിച്ച് തീർത്ത് ഒന്നാവുക. അങ്ങനെയുള്ള ഈ സമയത്ത് പോലും ജയറാമേട്ടൻ രാജസേനനെ വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സംഗതി ചിലപ്പോൾ രാജസേനൻ പറഞ്ഞ പോലെ ആവില്ല. ചിലപ്പോൾ എന്തെങ്കിലും വലിയ കാര്യം ഇവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ രണ്ടുപേർക്കും പുറത്തു പറയാൻ മടി ഉണ്ടാകും. എന്നാലല്ലേ എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടാളും പരസ്പരം ഒരുമിച്ചിരുന്ന് സംസാരിച്ചേ തീരാവുന്ന പ്രശ്നമേ ഉണ്ടാവത്തുള്ളൂ. കാരണം എന്ത് തന്നെയായാലും നമുക്കറിയാം, നമ്മുടെ കുട്ടിക്കാലം മനോഹരമാക്കിയവരാണ് ഇവർ. പണ്ട് തൊട്ട് ഈ കോംബോ കേട്ട് വളർന്നവരാണ് നമ്മളിൽ അധികം പേര്.
വരും. അതുകൊണ്ട് തന്നെ ഇവരൊന്നിക്കാത്തത് കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നു. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ജയറാമുമായിട്ട് യോജിക്കുമോ എന്ന് ആങ്കർ രാജസേനോട് ചോദിക്കുന്ന സമയത്ത് ഇനി തന്റെ ഭാഗത്തു നിന്നും ഒരു ഇനീഷ്യേറ്റീവും ഉണ്ടാവില്ല എന്നാണ് രാജസേന മറുപടി പറഞ്ഞത്. കാരണം രാജസേന മുന്നേ സൗഹൃദത്തിൽ ഏർപ്പെടാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ജയറാം അതിനൊന്നും വഴങ്ങിയില്ല എന്നുള്ളതാണ് സത്യം. ഇതിനെക്കുറിച്ച് രാജസേന പറയുന്ന ഭാഗം നമുക്കൊന്ന് കേട്ടോക്കാം. അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്നൊരു ഇനീഷ്യേറ്റീവ് എടുത്താൽ, അല്ലെങ്കിൽ രാജസേനന്റെ സൈഡിൽ നിന്നൊരു ഇനീഷ്യേറ്റീവ്, ഫ്രണ്ട്സ് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് വിട്ടാണല്ലോ ഈ കമ്പനി എടുത്താൽ ആ സുവർണ കൂട്ടുകെട്ട് ഒരുമിക്കോ അതിനുള്ള സാധ്യത എനിക്കറിയില്ല. എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എൻ്റെ ഭാഗത്ത് ഒരു സൗഹൃദത്തിലേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. സൗഹൃദം അതുപോലും കിട്ടാറില്ല. പല വേദിയിൽ ഒരുമിച്ചൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായിരുന്നു, അതില്ല. അപ്പം ഞാൻ ഇനിഷ്യേറ്റീവായിട്ടൊരു സിനിമ ചെയ്യാൻ വേണ്ടി ഇറങ്ങത്തില്ല. അദ്ദേഹം തന്നെയാണ് പല സിനിമയും നേരത്തെ ഇനിഷ്യേറ്റീവായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങളുടെ 16 സിനിമകൾ. അതുപോലെ അദ്ദേഹം ഇറങ്ങിയാൽ ചിലപ്പോൾ നടന്നു വരാം. അദ്ദേഹത്തെ ഒരിക്കലും വേണ്ടാന്ന് ഞാൻ പറയത്തില്ല, പറയാൻ എൻ്റെ നാവ് അനുവദിക്കത്തില്ല. പക്ഷെ എന്തായാലും ഇനിയിപ്പോ ജയറാമേട്ടൻ തന്റെ മുന്നിൽ ഇന്ന് സംസാരിക്കണം എന്നാണ് രാജസേനൻ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവര് തമ്മിൽ ശരിക്കുമുള്ള പ്രശ്നം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ജയറാമേട്ടന്റെ ഭാഗം കേട്ടാലേ നമുക്ക് മനസ്സിലാകൂ ആരാണ് ശരി ആരാണ് തെറ്റെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാളുടെ ഭാഗം കേട്ട് മറ്റൊരാളെ താഴ്ത്തി കിട്ടുന്നത് ശരിയല്ല. പക്ഷെ കമന്റ് ബോക്സ് മുഴുവനും ജയറാമേട്ടനെതിരാണ് കേട്ടു. അതിനൊന്നാമത്തെ കാരണം ഇപ്പൊ ജയറാമേട്ടന് നല്ല രാശിയല്ല. ഓരോ മൂവി ഇൻഡസ്ട്രിയിൽ പോകുമ്പോഴും അതിനനുസരിച്ച് കൂറുമാറുന്ന ഒരാളാണ് ജയറാമേട്ടൻ എന്നുള്ളൊരു പൊതുവേ ഉള്ള ഒരു അഭിപ്രായമുണ്ട്. തമിഴ്നാട്ടിൽ പോകുമ്പോൾ തമിഴ്മാര് സൂചിപ്പിച്ച് സംസാരിക്കും, കേരളത്തിൽ വരുമ്പോൾ മലയാളികളെ സൂചിപ്പിച്ച് സംസാരിക്കും. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ വരുന്ന സമയത്ത് നെഗറ്റിവിറ്റി കൂടത്തേ ഉള്ളൂ. ഞാൻ എന്തായാലും 1-2 കമന്റ്സ് വായിച്ചുതരാം. നന്ദിയില്ലാത്ത കാപ്പട്ടിക്കാരനാണ് ജയറാം എന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. മലയാള സിനിമയിൽ ഏറ്റവും നന്ദിയില്ലാത്ത ഒരു നടൻ ജയറാമാണ്. സിനിമയിലും ജീവിതത്തിലും അഭിനയിക്കുന്നു. ജയറാമിന്റെ പടം ഇനി കാണില്ല എന്ന് ഉറപ്പിച്ചൊരു ലൈക്ക് അടി. ഇങ്ങനെ നീളുന്ന ഓരോ കമന്റ്സ്. ഇവിടെ ജയറാമേട്ടനെ സിനിമ കാണുന്നില്ല എന്നൊക്കെ പറയുന്നത് കുറച്ച് ഓവറാണ്. അതിന് മാത്രമൊന്നും ജയറാമേട്ടൻ ചെയ്തിട്ടില്ലല്ലോ. അത്യാവശ്യം നല്ല അഭിനയം കാഴ്ചവെച്ചു ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ കഴിവുള്ള ഒരാളാണ് ജയറാമേട്ടൻ. ഒരു പക്ഷേ ജയറാമേട്ടൻ ഓരോ ഇൻഡസ്ട്രിയിൽ ചെല്ലുമ്പോഴും മലക്കം അറിയുന്ന ആളാവാം എന്ന് കരുതി നല്ലൊരു സിനിമ ജയറാമേട്ടൻ ചെയ്താൽ അത് ആസ്വദിക്കുന്നതിനെ കൊണ്ട് ഒരു തെറ്റുമില്ല. ഇവിടെ പീഡന കേസിൽ ലിസ്റ്റിലുള്ള നടന്മാരുടെ സിനിമകൾ വരെ നമ്മൾ കാണുന്നു. അതിന്റെ അത്രയൊന്നും വരില്ലല്ലോ ഇതൊന്നും. ഇനി ഇതെല്ലാം കഴിഞ്ഞ് രാജസേനന്റെ സിനിമയിലെ ചില ടോക്സിക് കഥാപാത്രങ്ങളെ കുറിച്ച് ആങ്കർ ചോദിക്കുന്നുണ്ട്. അതായത് ചില ജയറാം സിനിമകളിൽ നമുക്കറിയാം ഭാര്യയെ അടിച്ചമർത്തി ഭർത്താവിനെ വലുതാക്കി കാണിക്കുന്ന ചില സിനിമകളുണ്ട്. അതിനെക്കുറിച്ച് രാജസേനൻ എന്താണ് പറയാനുള്ളത് കേട്ടോക്കാം. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വിമർശനം കൊണ്ട് തന്നെ നിലനിൽക്കുന്ന സിനിമകളാണ് ഈ പറഞ്ഞ കഥാനായകരും ഞങ്ങൾ സന്തുഷ്ടരാണ് എന്നുള്ള സിനിമയിലേക്ക് ജയറാം ക്യാരക്ടർ അടിക്കുന്നു, ജയറാം ക്യാരക്ടർ ടോക്സിക് ആയ ഭർത്താവാണ് എന്നുള്ള ഒരു വിമർശനവും വരുന്നു. അതായത് ജയറാം ക്യാരക്ടർ ഒരു സ്ത്രീയെ അടിച്ചുകൊണ്ട് ചട്ടം പഠിപ്പിക്കുന്നു, പെരുമാറ്റം പഠിപ്പിക്കുന്നു എന്നുള്ളത്. അതിനോട് എങ്ങനെ പ്രതികരിക്കുക? ആ കറക്റ്റ്നെസ്സിനോട് എങ്ങനെയാ? അല്ല, അങ്ങനെ വേണമെന്നാണ് എൻ്റെ ചോദ്യം. അതായത് ഒരു കഥ നമ്മൾ പറയുന്ന ഒരു കഥയാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഭാര്യയെ ടോർച്ചർ ചെയ്യുന്നു, അല്ലെങ്കിൽ മകളെ ടോർച്ചർ ചെയ്യുന്നു, അല്ലെങ്കിൽ സഹോദരിയെ ടോർച്ചർ ചെയ്യുന്നു, അമ്മയ്ക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാതെ പിന്നെ ആഹാരം പോലും കൊടുക്കാതെ അമ്മയെ ടോർച്ചർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിന് വേണമെങ്കിൽ ഒരു പുരുഷ മേധാവിത്വം എന്നൊക്കെ പറയാം. നമ്മളൊരു കഥ പറയുമ്പോൾ ആ കഥയുടെ വളർച്ചയ്ക്കും ആ കഥയുടെ ഒരു വിജയത്തിനും വേണ്ടി മെയിലും ഫീമെയിലും ഒക്കെ താഴെ മേലേക്ക് ആവും. അതാവാതെ എങ്ങനെ കഥ പറയും? ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഈ പറഞ്ഞതിനോട് യോജിപ്പില്ല. ഇവിടെ രാജസേനൻ പറഞ്ഞതിനനുസരിച്ച് ഈ അമ്മയും വീട്ടുകാരും ഭാര്യയും ടോർച്ചർ ചെയ്യുന്നതൊന്നും സിനിമ കഥകളിൽ നോർമലായി കാണാൻ പറ്റത്തില്ല. കാരണം സിനിമ എന്ന് പറയുന്നത് സമൂഹത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഒരു സമൂഹത്തെ നന്നാക്കാനും മോശമാക്കാനും സിനിമകൾക്ക് കഴിയും. ഞാൻ വിശ്വസിക്കുന്നത് ലോകത്തുള്ള മറ്റെന്ത് മീഡിയയെക്കാളും ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന മീഡിയ എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. അങ്ങനെ ഒരു മീഡിയത്തിൽ ഒരു സംഭവം ഗ്ലോറിഫൈ ചെയ്യപ്പെടുമ്പോൾ അത് കാണുന്നവരിലും സ്വാധീനിക്കപ്പെടും. ഇപ്പൊ ഉദാഹരണമായി ഞങ്ങൾ സന്തുഷ്ടരാണെന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു പക്ഷേ മനസ്സിൽ തോന്നാൻ സാധ്യതയുണ്ട് എന്റെ ഭാര്യന്റെ കീലുകൾ ആവണം എന്നുള്ളത്, അല്ലെങ്കിൽ ഭാര്യയെ ടോർച്ചർ ചെയ്താലേ നല്ലൊരു ഭർത്താവ് ആവുകയുള്ളൂ എന്നുള്ളത്. അങ്ങനെ സിനിമ കണ്ട് ഇഷ്ടപ്പെടുന്ന 10-ൽ ഒരാളെങ്കിലും ചിന്തിക്കും. അവിടെയാണ് സിനിമ നമുക്ക് നൽകുന്ന ബാഡ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ സിനിമകളിൽ ഗ്ലോറിഫൈ ചെയ്യപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം സിനിമകൾ അത് കഥയുടെ ഭാഗമല്ല എന്നൊന്നും പറഞ്ഞ് നോർമലൈസ് ചെയ്യല്ലേ. എന്നാലും ബാക്കി പറയൂ. നാടൻ പെണ്ണ് നാട്ടുപുറമാണിയിലും സംയുക്ത വർമ്മയുടെ കൈ കടന്ന് പാവ പോലെ കളിക്കുന്ന ആളാണ് ജയറാം. അതെന്താ ആരും പറയാത്തത്? അവിടെ സ്ത്രീ മേധാവിത്വം വന്നില്ലേ? അത് പറയില്ല. എവിടെയെങ്കിലുമൊക്കെ ഈ ഒരാളെ അടിച്ചങ്ങോട്ടെന്തെങ്കിലും ഞാനതിന് ഇപ്പോൾ താങ്കൾ പറയുന്ന ഞങ്ങൾ സന്തുഷ്ടനുള്ള നായികയ്ക്ക് വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു മറുപടി കൊടുത്തായിരുന്നു. ആ കുട്ടിക്ക് അന്ന് ഇതൊരു നിധിയായിരുന്നു. അങ്ങനെ റോള് 10-16 വയസ്സായ ഒരു കുട്ടിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നിധി തന്നെയല്ലേ? എന്നോട് ചോദിച്ചത് ഈ റോള് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞ കുട്ടി വില്ലിങ് ആണെങ്കിൽ ചെയ്യിച്ചോളാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നിധിയല്ലേ? അന്നത് നിധിയായിരുന്നു. ആ കുട്ടിയുടെ പെർഫോമൻസ് ആ സിനിമയിൽ അസാധ്യമായിരുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു റോള് പിന്നീട് ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. പിന്നീട് പല ലാംഗ്വേജിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പോഴും അഭിനയിക്കുന്നുണ്ട്. പക്ഷേ അത്രയും ശക്തമായൊരു കഥാപാത്രം. ഞാൻ പറയുന്നത്
ജയറാമിൻ്റെ കഥാപാത്രത്തെ ഇങ്ങനെ മുള്ളയിൽ നിർത്തുന്ന സീക്വൻസുണ്ട് അതിനകത്ത്. അതൊന്നും നോക്കാതെ അതൊരു മെയിൽ ഡോമിനേഷൻ ആയിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച സംവിധായകനും അങ്ങനത്തെ ഒരു അങ്ങനെയൊക്കെ വേണോ? നമ്മളൊരു കലാരൂപം, ഒരു നോവൽ എഴുതുമ്പോൾ നമുക്ക് ആ ഫ്രീഡം വേണ്ടേ? ഒരു സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ആ ഫ്രീഡം വേണ്ടേ? ഒരു കവിത എഴുതുമ്പോൾ അത് വേണ്ടേ? ഒരു നാടകം എഴുതുമ്പോൾ അത് വേണ്ടേ? നമ്മൾ അവനവൻ്റെ ജീവിതത്തിൽ കറക്റ്റായാൽ മതി. ആ ജീവിതത്തിൽ കയറി ടോർച്ചറിങ്ങും അതും ഇതും ഭയങ്കരമായിട്ട് പുരുഷ മേധാവിത്വമൊക്കെ കാണിക്കുന്നവനാണെങ്കിൽ അത് എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ അങ്ങനെയല്ല കാണേണ്ടത്. അല്ലെങ്കിൽ അന്നേ അതങ്ങ് റിജക്റ്റ് ചെയ്യണം. പക്ഷെ അത് റിജക്ട് ചെയ്ത് ഞങ്ങൾ സന്തുഷ്ടരാണെന്ന് പറയുന്ന സിനിമയിലെ നടിയെ അറിയാമല്ലോ, അഭിരാമിയാണ്. അന്ന് ചെറിയ പ്രായത്തിൽ അവർ ചെയ്ത റോളാണ് ഈ സിനിമയിൽ നായികയായിട്ടുള്ളത്. ഒരു പക്ഷെ അപ്പോൾ അവരിത് ചെയ്തിരുന്നപ്പോൾ ഹാപ്പി ആയിരിക്കാം. എന്നാൽ കാലങ്ങൾക്കിപ്പുറം അവർക്ക് വയസ്സായി, അതിന്റെ മെച്യൂരിറ്റിയും ഉണ്ടാവും. അപ്പോൾ താൻ പണ്ട് ചെയ്ത പല സിനിമകളോടും വിയോജിപ്പ് തോന്നുന്നത് സ്വാഭാവികമാണ്. അന്ന് അവർക്ക് അത് നിധിയാവാം, പക്ഷെ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ലല്ലോ. അഭിരാമിയെ പോലെ നമ്മുടെ ചെറുപ്പത്തിൽ ഇഷ്ടപ്പെട്ട സിനിമയാണ് ഞങ്ങൾ സന്തുഷ്ടരാണെന്ന് പറയുന്ന മൂവി. പക്ഷെ അന്നത്തെ കാഴ്ചപ്പാടല്ല നമ്മളുടേത്. അന്ന് നമ്മൾ ശരിയാണെന്ന് വിചാരിച്ച് കണ്ട പല കാര്യങ്ങളും ഇന്ന് കണ്ടു നോക്കുമ്പോൾ അയ്യേന്ന് തോന്നും. പ്രത്യേകിച്ച് അനിയത്തിമാര് വരെ ഹണിമൂൺ കൊണ്ടുപോകുന്ന സജീവൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ നമുക്കതിൽ കാണാം. പ്രൈവസി എന്ന് പറയുന്ന സാധനം തൊട്ടി തീണ്ടിട്ടില്ലാത്ത ഒരു കഥാപാത്രമാണ് ഞങ്ങൾ സന്തുഷ്ടരാണെന്ന് പറയുന്ന സിനിമയിലെ സജീവൻ എന്ന് പറയുന്ന കഥാപാത്രം, അഥവാ ജയറാം അവതരിപ്പിച്ച കഥാപാത്രം. ഫാമിലി കഴിഞ്ഞ് മാത്രം ഭാര്യയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾ. ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടറിനെ ഗ്ലോറിഫൈ ചെയ്താണ് രാജസേനൻ ആ സിനിമയിൽ അവതരിപ്പിച്ചത്. അതൊരിക്കലും നമുക്ക് ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റില്ല. സിനിമയിൽ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ്, സമൂഹത്തിന് ബാഡ് ഇൻഫ്ലുവൻസ് നൽകുന്ന ക്യാരക്ടേഴ്സ് ഒരിക്കലും ഗ്ലോറിഫൈ ചെയ്യാൻ പാടില്ല. അതുപോലെ അഭിരാമി ശക്തമായ ക്യാരക്ടേഴ്സ് പിന്നീട് ചെയ്തില്ല എന്ന് രാജസേനൻ പറയുന്നുണ്ട്. എനിക്കിവിടെ ഒന്നേ പറയാനുള്ളൂ, രാജസേനൻ പോയില്ലേ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന പടം ഒന്ന് കണ്ടുനോക്കാം. അതിൽ പുള്ളിക്കാരുടെ പെർഫോമൻസ്, പുള്ളിക്കാരന്റെ ക്യാരക്ടർ അസാധ്യ ക്യാരക്ടറാണ്. അതുപോലെ എല്ലാ കഥാകൃത്തിനും അവരുടേതായ സ്വാതന്ത്ര്യം ഇല്ലെന്നൊക്കെ രാജസേനൻ ചോദിക്കുന്നുണ്ട്. ശരിയാണ്, സ്വാതന്ത്ര്യമുണ്ട്, അതിലൊന്നും നമ്മൾ കൈക്കടത്തുന്നില്ല. പക്ഷെ ആ സ്വാതന്ത്ര്യത്തിന്റെ പുറത്ത് സൃഷ്ടിക്കപ്പെടുന്ന കലാസൃഷ്ടികൾ മോശമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ മോശമെന്ന് തന്നെ പറയും. അത്രയേ ഉള്ളൂ. കഴിഞ്ഞില്ല കേട്ടോ. ഇതുവരെ ജയറാമേട്ടനെ കുറിച്ചാണ് രാജസേനൻ സംസാരിച്ചത്. ഇനി ഇന്ദ്രൻസ് ചേട്ടനെ കുറിച്ച് രാജസേനൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ഇതുവരെ കാണാത്ത ചില മുഖങ്ങൾ ഇന്ദ്രൻസിനുണ്ട് എന്നാണ് രാജസേനൻ പറയുന്നത്. നമ്മൾ എന്തായാലും കേട്ടോക്കാം. അതുപോലെ ചേർത്ത് വെക്കുന്നത് കുറച്ചുകൂടി പോസിറ്റീവായ ഒരു കാര്യമാണ്. ഇന്ദ്രൻസിന്റെ പെർഫോമൻസിനെയാണ് ഇപ്പൊ തമിഴ്നാട്ടിലും തെലുങ്ക് നാട്ടിലും ഒക്കെ വലിയ രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്നുള്ള ആക്ടറിനെ പറ്റി, അല്ലെങ്കിൽ അദ്ദേഹം സൂര്യക്ക് മുകളിൽ പല സമയത്തും കറുപ്പ് എന്ന സിനിമയിൽ പെർഫോം ചെയ്യുന്നു. ഇന്ദ്രൻസിനോട് ഏറ്റവും അധികം അടുത്ത് നിൽക്കുകയും ഇന്ദ്രൻസിന് സാറിന് ഇന്ദ്രൻസിനോട് ഒരു ബഹുമാനം കലർന്ന ഒരു പ്രത്യേക സ്നേഹവും ഉണ്ട്. അത് പല ഘട്ടങ്ങളിൽ അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന് കിട്ടുന്ന ഈ ഒരു വിസിബിലിറ്റി ഉണ്ടല്ലോ, അതായത് ഈ ഒരു പാൻ ഇന്ത്യൻ വിസിബിലിറ്റി, അത് കാണുന്നുണ്ടോ? ആ കമന്റുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അയാളുടെ ഏത് കാര്യവും ഞാൻ ശ്രദ്ധിക്കും. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിനയം കാപട്യമാണെന്ന് എഴുതിയപ്പോൾ അതിന് മറുപടി കൊടുത്ത് ഞാനായിരുന്നു. കാരണം ഞങ്ങളത് നേരിട്ട് കണ്ടിട്ടുള്ളവരാണ്. എത്ര വർഷം, കടിഞ്ഞൂൽ കല്യാണം മുതൽ എനിക്ക് പുള്ളിയെ പരിചയമുണ്ട്. ആ കടിഞ്ഞൂൽ കല്യാണത്തിന് കോസ്റ്റ്യൂം ബോക്സിൻ്റെ പുറത്ത് ഊണും കഴിച്ചിട്ട് വന്നൊരു ഡാ പോലെ ആ പെട്ടിയുടെ പുറത്ത് കിടന്നുറങ്ങുന്ന ഇന്ദ്രൻ ഇന്നും അത് തന്നെയാണ്. അങ്ങനെയൊക്കെ നാഷണൽ അവാർഡ് കിട്ടി, സ്റ്റേറ്റ് അവാർഡുകൾ വാരിക്കൂട്ടി. പക്ഷേ അയാളുടെ വിനയം, എന്നാൽ ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ വിനയത്തെ കളിയാക്കുന്നവർക്ക് ഇദ്ദേഹത്തിൻ്റെ വേറൊരു മുഖം അറിഞ്ഞൂടാ. ദേഷ്യം വന്നാൽ നന്നായിട്ട് ഫയർ ചെയ്യുന്ന ആളാണ്. ദേഷ്യം വരും. അയാളെ ഇട്ട് ചൊറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിയെക്കുറിച്ച്. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഈ അദ്ദേഹത്തിൻ്റെ വിനയം എന്ന് പറയുന്നത് സത്യസന്ധമായ വിനയം തന്നെയാണ്. എന്ന് കരുതി ഒരാളങ്ങോട്ട് തോളി കയറിയെന്ന് ചൊറിഞ്ഞ് കളഞ്ഞാൽ അത് നല്ല വിനയമുള്ള ആളല്ല. എന്തും വിളിച്ച് പറയാം, അങ്ങനെ പോയി തീർന്നു. റിയാക്ട് ചെയ്യും. പറ്റത്തില്ല. റിയാക്ട് ചെയ്യും. ഇനി ഏത് ആളായാലും പുള്ളി റിയാക്ട് ചെയ്യും. എനിക്കതൊക്കെ കൊണ്ടാണ് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടം. അത്രേ ഉള്ളൂ. ചില ആൾക്കാരുണ്ട് നമ്മൾ പാവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ തലേ കയറുന്നായിരുന്നു. നമ്മൾ പാവായതുകൊണ്ട് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് ഇവർ. അങ്ങനെയുള്ളവർക്ക് ഇന്ദ്രൻസ് ചേട്ടനെ പോലെ സ്ട്രോങ് ആയ ഒരു സൈഡ് ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ്. നമ്മളങ്ങനെ വേണ്ടാത്ത ചോദ്യം ചെയ്യാൻ ആർക്കും നമ്മൾ അവസരം കൊടുക്കരുത്. ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രൻസ് ചേട്ടൻ ഇങ്ങനെ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഷോക്കിംഗ് ആയിരുന്നു കേട്ടോ. ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സൈഡ് ഉണ്ട് എന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പണ്ട് മുഖത്തിന്റെയും ശരീരത്തിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു ഇന്ദ്രൻസ് ചേട്ടന് സിനിമകളിൽ വേഷം കെട്ടിയിരുന്നത്. എത്ര ബോഡി ഷേമിംഗ് അനുഭവിച്ചിട്ടുണ്ടല്ലേ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ. എന്നാൽ ഇന്ന് ഇന്ദ്രൻസ് ചേട്ടന്റെ കാലിബർ തിരിച്ചറിഞ്ഞത് ന്യൂജൻ സംവിധായകരാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇന്നത്തെ ന്യൂജൻ സംവിധായകർ ഇന്ദ്രൻസ് ചേട്ടന്റെ കഴിവുകൾ മുഴുവനും പുറത്തു കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത്രയൊക്കെ ഇവിടെ പറയാനുള്ളൂ. എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി നമുക്ക് കാണാം.